Welcome to NCERT Plus 1 and Plus 2 Physics. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ തെർമൽ എക്സ്പാൻഷൻ ആണ് കണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് വീഡിയോസിലായിട്ട് ചെയ്ത തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ സമ്മറിയിൽ നമ്മൾ കണ്ട ഭാഗങ്ങളാണ്. Coefficient of linear expansion, that is alpha subscript L, and volume expansion, that is alpha subscript V, are defined by the relations, that is delta L by L is equal to alpha L delta T, and delta V, capital V by V, that is the volume, is equal to alpha V into delta T, where delta L, delta V denote the change in length and volume, V for a change of temperature, delta T. The relation between them is alpha V is 3 times alpha L. ഇതിന്റെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ഫോർ ഐസോട്രോപിക് എക്സ്പാൻഷൻ. ഇപ്പൊ വോളിയത്തിന് നമുക്കറിയാം 3 ഡയമെൻഷൻസ് ആണ് ഉള്ളത്. അപ്പം ആ ഓരോ ഡയമെൻഷനിലെയും കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ് ആൽഫ. അതായത് ഐസോട്രോപിക് മെറ്റീരിയൽസ് ആകുമ്പോൾ സെയിം ആയിരിക്കും, ഓരോ ഡയമെൻഷനിലും ഉണ്ടാവുന്ന കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ സെയിം ആയിരിക്കും. അപ്പോൾ ആ ഓരോ ഡയമെൻഷനിലേക്കുള്ള ആൽഫ സെയിം ആയിരിക്കും. Because of which alpha V എന്ന് പറയുന്നത് 3 times alpha L നമ്മളാണ്. Okay, the proof ഒക്കെ നമ്മൾ കണ്ടതാണ്. So today we will see the next section, that is the specific heat capacity. Specific heat capacity. Okay, അപ്പം ഇപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം, ഓക്കെ, കുറച്ച് വെള്ളം എന്ത് ചെയ്യുക, ചൂടാക്കുക. ഒരു ബർണറിൽ കുറച്ച് വെള്ളം നിന്ന് ചൂടാക്കുക. അപ്പൊ കുറച്ച് കഴിഞ്ഞ് അതായത് അത് ഹീറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് യു ക്യാൻ സി, നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് കാണാൻ പറ്റുന്ന ബബിൾസ് ഉണ്ടാവുന്നത് കാണാം. അതിങ്ങനെ ബബിൾസ് മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇപ്പൊ വീണ്ടും എന്താണ്, ടെമ്പറേച്ചർ കുറച്ചും കൂടെ കൂട്ടി അപ്പൊ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറച്ചും കൂടെ കഴിയുമ്പോൾ കൂടും, ആ സമയത്ത് വളരെ റിഗറസ് ആയിട്ട് ഈ ബബിൾസ് മൂവ് ചെയ്യുകയും അത് ടർബ്യുലന്റ് ആയിട്ട് ആ ഒരു പ്രോസസ്സ് ടർബ്യുലന്റ് ആവുകയും വെള്ളം തിളയ്ക്കാൻ തുടങ്ങുകയും ചെയ്യും. ഇതിപ്പം നമ്മളെല്ലാവരും ഇത് നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും കാണുന്ന ഒരു സംഭവമാണ്. അപ്പം ഒരു ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ എത്രമാത്രം ഹീറ്റ് വേണം, എത്രമാത്രം എമൗണ്ട് ഓഫ് ഹീറ്റ് വേണം ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ, എത്രമാത്രം ഹീറ്റ് വേണം, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാം എന്നുള്ളതാണ് നമ്മളിപ്പം കാണാൻ പോകുന്നത്. അപ്പം ഇത് കാണാൻ വേണ്ടിയിട്ട്, അപ്പൊ ഇതെന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം ചിന്തിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ചിന്തിക്കാൻ പറ്റുകയും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. കുറച്ച് എമൗണ്ട് ഓഫ് വാട്ടർ ഹീറ്റ് ചെയ്യുക. ഓക്കെ, കുറച്ച് എമൗണ്ട് ഓഫ് വാട്ടർ ഇങ്ങനെ ഹീറ്റ് ചെയ്യുക. നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾക്കൊരു തെർമോമീറ്റർ വെച്ച് മെഷർ ചെയ്ത് നോക്കാം എപ്പോഴും എത്രയാണ് ടെമ്പറേച്ചർ എന്ന്. അപ്പം ഈ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ഒരു 20 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് കൂട്ടണം. ഒരു ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് കൂട്ടണം. അപ്പം അത് എത്രമാത്രം 20 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഈ വെള്ളത്തിന് കൂടാൻ എടുക്കുന്ന സമയം എത്രയാണ് അത് നമ്മൾ നോട്ട് ചെയ്യുന്നു. എത്രമാത്രം ടൈമാണ് ഇതിനെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നോട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതുപോലെ തന്നെ ഇത്രയും തന്നെ, ഇപ്പൊ ഇവിടെ എത്ര ml വെള്ളമാണ് എടുത്തിരിക്കുന്നത്, ഇപ്പൊ whatever XML വെള്ളമാണെങ്കിൽ അത്രയും തന്നെ XML വെള്ളം വീണ്ടും എടുക്കുന്നു, എന്നിട്ട് വീണ്ടും ഇതുപോലെ ചൂടാക്കുന്നു. അപ്പൊ ദിസ് ടൈം ഇതേ സോഴ്സ് ഓഫ് ഹീറ്റ്, ഇവിടെ എത്രമാത്രം എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് ഉപയോഗിച്ചത് അത്രയും തന്നെ എമൗണ്ട് ഓഫ് ഹീറ്റും ഇവിടെയും യൂസ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും തെർമോമീറ്ററിൽ നമ്മൾ അളക്കുന്നത് ഇതിന്റെ ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് കൂടുന്നതിന് വേണ്ടിയിട്ട്, ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് വരെ കൂട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം എത്രയാണെന്ന് നമ്മൾ നോട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ, ഇത് ഫസ്റ്റ് ഇൻസ്റ്റൻസ്, സെക്കൻഡ് ഇൻസ്റ്റൻസ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇതിന്റെ നമ്മൾ ഈ ഒരു ടൈം നോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതെന്ന് പറയുന്നത് ഈ സെക്കൻഡ് പ്രോസസ്സ് 40 ഡിഗ്രി സെൽഷ്യസിലാവണമെങ്കിൽ ഇവിടെ എത്ര സമയമാണോ എടുത്തത് ഇതിന്റെ ഇരട്ടി സമയം 2 ടൈംസ്. ഇവിടുത്തെ സമയം ഇപ്പം T ആണെങ്കിൽ ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് ഇവിടുത്തെ സമയം എടുക്കുന്ന അതിനെക്കാട്ടി 2 ഇരട്ടി ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്
ഡബിൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് വേണ്ടി വരും. എന്താണ് ഈ ടെമ്പറേച്ചർ? ഇപ്പൊ സെയിം എമൗണ്ട് ഓഫ് വാട്ടറിന് നമ്മൾ എത്ര സോഴ്സ് ഓഫ് ഹീറ്റ് മാത്രമേ ഇവിടെ എന്താണ് സെയിം ആക്കുന്നുള്ളൂ. ഏത് സോഴ്സ് ആണ്, എങ്ങനെയാണ്, ഇലക്ട്രിക് ആണോ അല്ലെങ്കിൽ വിറകാണോ, ലൈക്ക് ദാറ്റ് സോഴ്സ് ഓഫ് ഹീറ്റ് ആണ് നമ്മൾ സെയിം ആയിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് എത്രമാത്രം ഹീറ്റിൻ്റെയാണ് ട്രാൻസ്ഫേർഡ് എന്നുള്ളത് ഡിഫറെന്റ് ആയിരിക്കും ഈ രണ്ട് കേസിലും. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ട് സെയിം സോഴ്സ് എന്താണോ ഹീറ്റിലേക്ക് യൂസ് ചെയ്യുന്നത് അതേ സെയിം സോഴ്സ് യൂസ് ചെയ്യുന്നുള്ളൂ, ഒരേ എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കാന്നല്ല. അപ്പം നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ സെക്കൻഡ് പ്രോസസ്സിന് അത് നമുക്ക് 40 ഡിഗ്രി സെൽഷ്യസ് ആക്കണം എങ്കിൽ ഇരട്ടി സമയവും എടുക്കും. ഈ ഫസ്റ്റ് പ്രോസസ്സിൽ എത്രമാത്രം ഹീറ്റ് ആണോ കൊടുത്തത് അതിനെക്കാട്ടി ഡബിൾ ഹീറ്റും കൂടി ഇതിന് കൊടുക്കേണ്ടിയും വരും. ഇത് നമുക്കിങ്ങനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അതല്ലാതെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇപ്പം ഇവിടെ എടുത്തത് XML ഓഫ് വെള്ളമാണല്ലോ, രണ്ട് സ്ഥലത്തും XML ഓഫ് വെള്ളം എടുത്തു എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡബിൾ ML ഓഫ് വെള്ളം എടുക്കുക. അതായത് എന്താണ്, അവിടെ XML ആണെങ്കിൽ ഇവിടെ 2x ടൈംസ് അത്ര ML വെള്ളം നമ്മൾ എടുക്കുന്നു. എന്നിട്ട് ഇതേപോലെ തന്നെ വീണ്ടും അതേ സോഴ്സ് ഓഫ് ഹീറ്റിൽ ഇതിനെ ഹീറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് ടെമ്പറേച്ചർ ഒരു 20 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ കൂട്ടണമെങ്കിൽ എത്ര സമയം എടുക്കണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാവും. ഈ ഫസ്റ്റ് കേസിൽ എടുത്ത T ടൈം ആണെങ്കിൽ അതിനെക്കാട്ടി ഡബിൾ ടൈംസ്, ഇപ്പൊ അവിടെ T സമയമാണെങ്കിൽ ഇവിടെ 2T ആയിരിക്കും ഉണ്ടാവുക. ബിക്കോസ് ഇവിടെ എന്താണ് XML, അവിടെ XML വെള്ളമുള്ളൂടെ 2XML വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഇരട്ടി സമയം എടുക്കും. ഇനി അടുത്ത കേസിൽ നോക്കുകയാണെങ്കിൽ ഈ വെള്ളത്തിന് പകരം സപ്പോസ് ഇപ്പൊ ഇവിടെ എല്ലാം നമ്മൾ ഒരേ ലിക്വിഡാണ് യൂസ് ചെയ്തത്, ഇവിടെ എല്ലാം വെള്ളമായിരുന്നു. ഇപ്പൊ ഇതിൻ്റെ ലിക്വിഡ് എല്ലാം വെള്ളമായിട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാം വെള്ളമായിരുന്നു എടുത്തിരുന്നത്. ഇവിടെ എല്ലാം നമ്മൾ വെള്ളം ഇരുന്നിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് വെള്ളത്തിന് പകരം നമ്മളിവിടെ ഇത്രമാത്രം നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് പകരമായിട്ട് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത് XML ഓഫ് ഓയിൽ എടുക്കാന്ന് വിചാരിക്കുക. ഇവിടെ എല്ലാം വെള്ളമായിരുന്നു. ഓക്കെ, നമ്മൾ എടുത്തോളൂ. ഇപ്പൊ XML ഓഫ് ഓയിലാണ് ഇനി എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം മസ്റ്റാർഡ് ഓയിലോ എന്തെങ്കിലും ഒരു ഓയിൽ, എന്നിട്ട് വീണ്ടും അതിനെ ഹീറ്റ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും നമുക്ക് ΔT എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ്, 20 ഡിഗ്രി സെൽഷ്യസ് അതിന് ടെമ്പറേച്ചർ കൂട്ടുന്നു. അപ്പൊ ഇതിന് വേണ്ടുന്ന സമയം എത്രയാണെന്ന് നമ്മൾ സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്നു. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഇതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രോസസ്സിൽ നമ്മൾ XML വെള്ളമായിരുന്നു, 20 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ വേണ്ടി T ആയിരുന്നെങ്കിൽ ഇത് അത്രയും സമയം എടുക്കത്തില്ല, അതിലെക്കാട്ടും കുറച്ച് സമയം മതിയായിരിക്കും. അതായത് അതുകൊണ്ട് തന്നെ എത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ആണ് വേണ്ടത് എന്ന് പറയുന്നതും ഇവിടെ കുറവായിരിക്കും. സെയിം എമൗണ്ട് ഓഫ് വാട്ടർ, സെയിം റൈസിങ് ടെമ്പറേച്ചറിൽ ഇപ്പം ഇവിടെ എത്രമാത്രം എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് വേണ്ടത്, സപ്പോസ് ആ ഒരു സപ്പോസ് Q എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് അവിടെ വേണ്ടിയിരുന്നെങ്കിൽ ഇവിടുത്തെ ഹീറ്റ് റിക്വയർഡ് വിൽ ബി ലെസ് ദാൻ Q. അങ്ങനെയായിരിക്കും വരിക. അപ്പം ഈ ഒബ്സർവേഷൻസിൻ്റെ ഈ ഇത്രയും ഇൻസ്റ്റൻസസിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ആണ്, എത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് വേണം ഒരു വസ്തുവിനെ ചൂടാക്കാൻ എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അതിൻ്റെ എത്രമാത്രം മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം മാസ് വയ്ക്കുന്നുണ്ട്.
അതുപോലെ ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, എത്രമാത്രം അളവിലാണ് ടെമ്പറേച്ചറിനെ ചേഞ്ച് ചെയ്യുന്നത്. സോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് സബ്സ്റ്റൻസ് ആണ്, നമ്മൾ വെള്ളത്തിന് പകരം ഓയിലാക്കിയപ്പോൾ ടൈം കുറച്ച് മതിയായിരുന്നു. അപ്പൊ നേച്ചർ ഓഫ് സബ്സ്റ്റൻസ് ഇത്രയും കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു the change in temperature of a substance when a given quantity of heat is absorbed or rejected by it is characterized by a quantity called heat capacity of the substance. അപ്പം ഒരു അവിടെ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുന്ന ആ ഒരു സബ്സ്റ്റൻസിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി ഏതൊരു വസ്തുവിന്റെയും ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു given quantity of heat, എത്രമാത്രം ഒരു സം പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ വസ്തുവിന് റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ എത്രമാത്രം ടെമ്പറേച്ചർ ചേഞ്ച് ആ ബോഡിയിൽ ഉണ്ടാവുന്നു എന്നുള്ളതിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നതാണ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പം ഈ ഹീറ്റ് കപ്പാസിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത് എസ് വെച്ചിട്ടാണ്. ഓക്കെ, ഹീറ്റ് കപ്പാസിറ്റി ഡിഫൈൻ ചെയ്യുന്നത് എസ് വെച്ചിട്ടാണ്. S is given by delta Q divided by delta T. So എത്രമാത്രം എന്താണ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ്, അതായത് എത്രമാത്രം ഈ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് അവിടുത്തെ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈഡ് ടു ദ സബ്സ്റ്റൻസ് to change its temperature from T to T plus delta T. Okay, so heat capacity എന്ന് പറയുന്നതാണ് എത്രമാത്രം എമൗണ്ട് ഓഫ് ഹീറ്റ് ആ സബ്സ്റ്റൻസിലേക്ക് കൊടുക്കുന്നത്. ഇപ്പൊ ഇനീഷ്യലി ആ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ T ആണെങ്കിൽ ആ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ടിയിൽ നിന്ന് കുറച്ചും കൂടെ കൂടുതൽ T പ്ലസ് ഡെൽറ്റ ടി ആക്കണമെങ്കിൽ എത്രമാത്രം ഹീറ്റ് ആ സബ്സ്റ്റൻസിലേക്ക് സപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഈ ടെമ്പറേച്ചറിൽ നിന്ന് ഒരു T മൈനസ് ഡെൽറ്റ ടി ആക്കണമെങ്കിൽ എത്രമാത്രം ഹീറ്റ് അതിൻ്റെ നിന്ന് റിലീസ് ചെയ്യണം. ഓക്കെ, അതിനെ ക്വാണ്ടിഫൈ ചെയ്യുന്ന ആ കാര്യമാണ് ഹീറ്റ് കപ്പാസിറ്റി. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഹീറ്റ് അബ്സോർബ് ബൈ മെറ്റീരിയൽ ടു ദ ടെമ്പറേച്ചർ എന്ന് നമുക്ക് പറയാം. അതിനിപ്പോൾ നമുക്ക് എക്സാമ്പിൾ ആണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, എന്തെങ്കിലും മെറ്റാലിക് ആയിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ നമ്മൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ, വെയിലത്ത് വെക്കുന്നു, അതുപോലെ കുറച്ച് വെള്ളവും കൂടി പുറത്തേക്ക് വെക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ഈ ചൂടുള്ള വസ്തുവിൽ നമുക്ക് ഈ എന്തെങ്കിലും ഈ മെറ്റാലിക് ആയിട്ടുള്ള ഇപ്പം എന്തെങ്കിലും വസ്തുവൊക്കെയാണെങ്കിൽ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം അത് പെട്ടെന്ന് ചൂടാവും. പക്ഷെ വെള്ളം അത്രയും ചൂടാവത്തില്ല. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് ഹൈ ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, അപ്പൊ അങ്ങനത്തെ അതാണ് ഓരോന്നിനും അത്രമാത്രം റേസ് ആകാനായിട്ട് പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഹീറ്റ് വേണം. മെറ്റൽസിന് അത് കൂടുതലായിരിക്കും, വെള്ളത്തിന് അത്രയും ഇല്ല. അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഡെയിലി ലൈഫിൽ ഉണ്ടെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇപ്പൊ തന്നെ നമ്മൾ ഇത്രയും എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് മനസ്സിലായ വേറൊരു കാര്യം, ഈക്വൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ഈക്വൽ മാസസ് ഓഫ് സബ്സ്റ്റൻസിന്, അത് ഡിഫറെന്റ് സബ്സ്റ്റൻസിന് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ടിങ് ടെമ്പറേച്ചർ ചേഞ്ച് സെയിം ആയിരിക്കില്ല. നമ്മൾ കൊടുക്കാൻ പോകുന്നത് അത് ഈക്വൽ എമൗണ്ട് ഓഫ് ഹീറ്റ്, അതായത് ഡെൽറ്റ ക്യൂ ഈക്വൽ ആയിട്ട് ഈക്വൽ എമൗണ്ട് ഓഫ് മാസസ്. ഇപ്പം 5 ഗ്രാം വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം. 5 ഗ്രാം കിട്ടുമ്പോൾ ഇപ്പം 5 ml വെള്ളം, അതുപോലെ 5 ml ഓയിൽ, ഇങ്ങനെ 2 കേസാണെന്ന് വിചാരിക്കും. രണ്ടിനും ഈക്വൽ മാസാണ്. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ടുള്ള ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ടുള്ള ഹീറ്റ്, ഇത്രമാത്രം ഹീറ്റ്. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഈ സെയിം മാസ് 5 ml വെള്ളത്തിനും 5 ml ഓയിലിനും. പക്ഷെ ഇവിടെ എന്താണ്, ഒന്ന് വെള്ളമാണ് ഒന്ന് ഓയിലാണ്, രണ്ടും ഡിഫറെന്റ് സബ്സ്റ്റൻസ് ആണ്. ഇൻ ദാറ്റ് കേസ് ഇവിടെ ഉണ്ടാകുന്ന ഡെൽറ്റ ടിയും ഇവിടെ ഉണ്ടാകുന്ന ഡെൽറ്റ ടി ഡബ്ല്യു ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഉണ്ടാകുന്ന ഡെൽറ്റ ടി ഒ എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇത് രണ്ടും സെയിം ആയിരിക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് സബ്സ്റ്റൻസ് ആണ്. അപ്പം ഓരോ സബ്സ്റ്റൻസിനും ഒരു യുണീക്ക് വാല്യൂ ഓഫ് എന്താണ്, ഒരു പർട്ടിക്കുലർ ഓരോ സബ്സ്റ്റൻസിനെ സംബന്ധിച്ച് ഇത്രമാത്രം എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർവ് ചെയ്യണം അല്ലെങ്കിൽ റിലീസ് ചെയ്യണം. അതിന്റെ ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് ചേഞ്ച് ആവണമെങ്കിൽ ഇത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് എന്താണ് റിലീസ് ചെയ്യോ അബ്സോർവ് ചെയ്യുകയോ വേണം. അത് ഓരോ സബ്സ്റ്റൻസിനെ
ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഏതൊരു സബ്സ്റ്റൻസിന്റെയും ടെമ്പറേച്ചർ, അത് ഒരു യൂണിറ്റ് മാസ്, ഏതൊരു സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് മാസിന്റെ ഒരു യൂണിറ്റ് മാസിന്റെ ഏതൊരു വസ്തുവിന്റെയും ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ എത്രമാത്രം ഹീറ്റ് അബ്സോർബ് ചെയ്യണം അല്ലെങ്കിൽ എത്രമാത്രം ഹീറ്റ് റിലീസ് ചെയ്യണം എന്നുള്ളത് അതിന് ഡിഫറെന്റ് ആയിരിക്കും. അതിന് ഡിഫറെന്റ് വാല്യൂ, അതിന് ഓരോന്നിനും ഒരു യുണീക്ക് വാല്യൂ ഉണ്ടാവും. അപ്പം ഈ ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യാനാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യുന്നത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന ടേമിനെ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അത് ഏതൊരു വസ്തുവിനെ ഒരു യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിനെ ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ റൈസ് ഉണ്ടാക്കാൻ എത്രമാത്രം ഹീറ്റ് കൊടുക്കണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു യൂണിറ്റാണ് സ്പെസിഫിക് heat capacity. That is, in general, it is defined as amount of heat required to raise the temperature of 1 gram of a substance by 1 degree Celsius. Okay, this is specific heat capacity. Okay, so it is denoted by the symbol small s. Small s ആയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നതാണ് amount of heat absorbed. Suppose this is the amount of heat absorbed. ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് അല്ലെങ്കിൽ ഓർ ഗിവൺ ഓഫ് ബൈ ദ സബ്സ്റ്റൻസ്, അത് റിലീസ് ചെയ്യുന്ന ഹീറ്റ് ഡെൽറ്റ ക്യൂ ആണെന്ന് വിചാരിക്കാം. ഇനി ആ സബ്സ്റ്റൻസിന്റെ മാസ് എന്ന് പറയുന്നത് എം ആണെന്നും വിചാരിക്കാം. അത് ഒരു ടെമ്പറേച്ചർ ചേഞ്ച് അണ്ടർഗോ ചെയ്യുകയാണ്. അതിനൊരു ടെമ്പറേച്ചർ ചേഞ്ച്, ആ ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ ടി ആണെന്നും വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻ ദാറ്റ് കേസ് അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ എസ്, അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ എസ് ബൈ എം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഹീറ്റ് കപ്പാസിറ്റി ബൈ എം. ദാറ്റ് ഈസ് ഹീറ്റ് കപ്പാസിറ്റി പെർ യൂണിറ്റ് മാസ്. ദാറ്റ് ഈസ് 1 by m into ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? ഡെൽറ്റ ക്യൂ ബൈ ടി. സോ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഇങ്ങനെയാണ് എസിനെ ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ എസിനെ എസ് ഇസ് 1 by m ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram of a substance by 1 degree Celsius. അങ്ങനെയാണത് പറയാം. ഓക്കെ, അപ്പം ഈ എസ് എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയാണ് എത്രമാത്രം it determines a change in temperature when heat is absorbed or released by it. അപ്പം ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് ദി സബ്സ്റ്റൻസ്. എസ് എന്ന് പറയുന്ന ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് ദി സബ്സ്റ്റൻസ്. That is the property of the substance which determines the change in temperature of the substance when a given quantity of heat is absorbed or given off by it. എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു എസ് എന്ന് പറയുന്ന ആളാണ് എത്രമാത്രം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആ ബോഡിക്ക് ഒരു ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യോ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നു എന്നുള്ളതിന് ക്വാണ്ടിഫൈ ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ്. So it is defined as amount of heat per unit mass absorbed or given off by substance to change its temperature by 1 unit. എത്രമാത്രം amount of heat ഒരു യൂണിറ്റ് മാസിന് എത്രമാത്രം amount of heat അബ്സോർബ് ചെയ്യണം അല്ലെങ്കിൽ റിലീസ് ചെയ്യണം, such that ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് ചേഞ്ച് ടെമ്പറേച്ചറിൽ ഉണ്ടാക്കാൻ എത്രമാത്രം ഹീറ്റ് പെർ യൂണിറ്റ് മാസ് അബ്സോർബ് ചെയ്യണം അല്ലെങ്കിൽ ഗിവൺ ഓഫ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, so specific heat capacity, it is defined as the amount of heat per unit mass. We have this 1 by m. So it is the amount of heat per unit mass. അത് അബ്സോർബ് ചെയ്യാം. അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവും. ഓർ ഗിവൺ ഓഫ് ബൈ ദ സബ്സ്റ്റൻസ്, റിലീസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കുറയും. Given off by the substance to change the temperature, change its temperature by 1 unit. ഇതിന്റെ ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് ചേഞ്ച് ഉണ്ടാക്കാൻ എത്രമാത്രം ഹീറ്റ് അബ്സോർബ് ചെയ്യണം അല്ലെങ്കിൽ റിലീസ് ചെയ്യണം എന്നുള്ളതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പം ആ
ഈ എസ് എന്ന് പറയുന്നത് ഏത് സബ്സ്റ്റൻസ് ആണോ, നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത്, ബിക്കോസ് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻ ജൂൾസ് ആണ്. പെർ താഴെ രണ്ടാൾക്കാരുണ്ട്, മാസും ഉണ്ട് ടെമ്പറേച്ചർ ഉണ്ട്. മാസിന്റെ കിലോഗ്രാം, ടെമ്പറേച്ചറിന്റെ കെൽവിൻ. സോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് SI യൂണിറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ദ SI യൂണിറ്റ്. ഇനി ഇപ്പം ഈ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളുടെ എത്രമാത്രം മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് മോൾസിലാണ് കൊടുത്തിരിക്കുന്നത് വിചാരിക്കുക. ഒരു സ്പെസിഫൈഡ് മോൾസ്. മോൾസ് എന്ന് പറയുന്നത് എന്താണ്? 1 mole എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് 6.022 into 10^23 units. That substance അല്ലേ. The Avogadro number of particles, ഒരു സബ്സ്റ്റൻസ് 6.022 into 10^23 ആറ്റംസ് അല്ലെ മോളിക്യൂൾസ് എല്ലാം കൂടി ഉണ്ടാവുന്ന ആ ഒരു യൂണിറ്റിനാണ് നമ്മൾ ഒരു മോൾ എന്ന് പറയാം. ഓക്കെ, വിച്ച് കണ്ടെയ്ൻസ് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പം ഈ ഒരു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, എമൗണ്ട് എന്ന് പറയുന്നത് എത്രമാത്രം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു ഈ മാസിന് പകരം അത് മോൾസ് ആയിട്ടാണ് സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി പെർ മോൾ ആയിരിക്കും ഇപ്പോൾ പറയാം, ബിക്കോസ് ദിസ് ഇസ് ദ ഹീറ്റ് കപ്പാസിറ്റി. സോ പെർ ഇവിടെ മാസ് ആണ്, ഇവിടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിക്ക്. അതിന് പകരം മോൾ ആണെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി പെർ മോൾ ആവും. അപ്പൊ അതിനെ നമ്മൾ ഇപ്പൊ വിളിക്കുന്ന പേര് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ്. ഓക്കെ, ഇഫ് amount of substance is specified in moles, that is in moles ne represent mu ആയിട്ടാണ് in place of mass. അങ്ങനെയാണെങ്കിൽ നമുക്ക് we have molar specific heat capacity, molar അങ്ങനെയാണ് നമുക്ക് വരുന്ന മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. ദാറ്റ് ഈസ് ഗിവൺ ബൈ C, which is defined as the heat capacity per mole of the substance. ഒരു മോൾ സബ്സ്റ്റൻസിന് ഉണ്ടാകുന്ന എത്രമാത്രം ഹീറ്റ് കപ്പാസിറ്റി ആണ് എന്നുള്ളതായിട്ട് സ്പെസിഫൈ. ദാറ്റ് ഈസ് C is equal to heat capacity is given by S. Per mole means S by mu. That is 1 by mu delta Q by delta T. ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പോലെ തന്നെ നമ്മളുടെ എന്താണ് ഹീറ്റ് കപ്പാസിറ്റി പോലെ തന്നെ ഈ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഏത് സബ്സ്റ്റൻസ് ആണോ, ഓയിലിനും വെള്ളത്തിനും രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഇതിന്റെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ in the case SI unit of this molar specific heat capacity എന്ന് പറയുന്നത് that is ഈ Q എന്ന് പറയുന്നത് ജൂൾ ആണ്, താഴെയുള്ളത് മ്യൂയുടെ യൂണിറ്റ് മോൾ ആൻഡ് ടെമ്പറേച്ചർ കെൽവിൻ. സോ ജൂൾ പെർ മോൾ കെൽവിൻ. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഈ C എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ ഓക്കെ ഈ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിക്ക് ചില പെർട്ടിക്കുലർ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും. അത് ചില കാര്യങ്ങൾ കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട്, അതായത് നമ്മൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതർ പ്രഷർ അല്ലെങ്കിൽ വോളിയം ഇതിലേതെങ്കിലും ഒന്ന് കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട് ആ ടേംസിലെല്ലാം നമ്മൾ ഈ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ഗ്യാസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണെന്ന് വിചാരിക്കുക. ഇഫ് സപ്പോസ് ഗ്യാസ് ഇസ് അണ്ടർ കോൺസ്റ്റന്റ് പ്രഷർ, ഇപ്പോൾ പർട്ടിക്കുലർ ഗ്യാസ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഇസ് അണ്ടർ കോൺസ്റ്റന്റ് പ്രഷർ ആണെന്ന് വിചാരിക്കാം. ദാറ്റ് മീൻസ് ഈ ഒരു അത് ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അതായത് നമ്മൾ ഇപ്പം ഗ്യാസസിന്റെ കേസിൽ ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറയുമ്പോൾ നമ്മൾ ഈ ഗ്യാസസിന്റെ കേസിന് നമ്മൾ ഈ ഒരു സ്പെസിഫിക് കപ്പാസിറ്റി പറയുമ്പോൾ നമ്മളിവിടെ കണ്ട C എന്ന് പറയുന്ന ആ മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി ഉണ്ടല്ലോ, ഒരു പ്രത്യേക കണ്ടീഷൻസിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ ഗ്യാസിന്റെ കേസസിൽ മാത്രം ഐദർ എന്താണ് ഒന്നുമില്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ വോളിയം
ഏതെങ്കിലും കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ടായിരിക്കും ഹീറ്റ് ട്രാൻസ്ഫർ അച്ചീവ് ചെയ്യുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുന്നത് either പ്രഷർ അല്ലെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് ആയിക്കൊണ്ടായിരിക്കും. അങ്ങനെയായിരിക്കും. അപ്പം ഈ ഗ്യാസ് ഇപ്പൊ കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഹീറ്റ് ട്രാൻസ്ഫറൻസ് നടത്തുന്നതെങ്കിൽ, ഇഫ് ഗ്യാസ് ഇസ് അണ്ടർ കോൺസ്റ്റന്റ് പ്രഷർ ഡ്യൂറിങ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ പ്രോസസ്സിൽ ഇഫ് ഇറ്റ് ഈസ് അണ്ടർ കോൺസ്റ്റന്റ് പ്രഷർ, ഈ കേസിലാണെങ്കിൽ നമ്മൾ അപ്പോൾ ഉണ്ടാകുന്ന മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് പ്രഷറിനെ ഡിനോട്ട് ചെയ്യുന്നത് CP ആയിട്ടാണ്. ഈ കേസിൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇപ്പൊ എന്തിലാണ്? കോൺസ്റ്റന്റ് പ്രഷറാണ്. ഇപ്പം കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഈ ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനെ ആ ഒരു മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് പ്രഷറിനെ ഡിനോട്ട് ചെയ്യുന്നത് C സബ്സ്ക്രിപ്റ്റ് PA കൊണ്ടാണ്. ഇനി ഈ ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുന്നത് വോളിയം കോൺസ്റ്റന്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണെന്ന് വിചാരിക്കുക. ഇഫ് ദ വോളിയം ഓഫ് ഗ്യാസ് ഈസ് കോൺസ്റ്റന്റ് ഡ്യൂറിങ് ഹീറ്റ് ട്രാൻസ്ഫർ, ആ ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സിൽ ഗ്യാസിന്റെ വോളിയം കോൺസ്റ്റന്റ് ആക്കിയാണ് ചെയ്യുന്നതെങ്കിൽ then that corresponding molar specific heat capacity നമ്മൾ വിളിക്കുന്നത് it is CV, C subscript V. That is C subscript V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is a molar specific, it's the molar specific heat capacity, molar specific heat capacity at constant volume. Okay, but see our subscript P എന്ന് വെച്ച് കഴിഞ്ഞാൽ the heat transference is taking place in that gas keeping pressure constant. If C subscript V ആണെങ്കിൽ that means the heat transfer is taking place in that particular gas keeping volume constant. ഇതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ കാണുന്നുണ്ട്. തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൽ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പം നമുക്ക് റീവിസിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ടേബിൾ ആണ്. ഈ ടേബിളിൻ്റെ അകത്ത് കുറേ സബ്സ്റ്റൻസുകളുടെ, അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും ഓർഡിനറി ടെമ്പറേച്ചറിലും ഉള്ള കുറേ സബ്സ്റ്റൻസുകളുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് തന്നിട്ടുള്ളത്. അലൂമിനിയം, കാർബൺ, കോപ്പർ, ലെഡ്, സിൽവർ, ടങ്സ്റ്റൺ, വാട്ടർ, ഐസ്, ഗ്ലാസ്, കെറസിൻ, എഡിബിൾ ഓയിൽ, മെർക്കുറി, ഇതിൻ്റെ എല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ ഇവിടെ മറ്റൊരു ടേബിൾ, ഇതും ടെക്സ്റ്റിലെ ഒരു ടേബിളാണ്. ഇവിടെ പല ഗ്യാസസിന്റെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് തന്നിട്ടുള്ളത്. സി, ഗ്യാസസിനാണ് ഈ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വരുന്നത്. ദാറ്റ് ഈസ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇങ്ങനെ രണ്ട് തരത്തിൽ വരുന്നത്, കോൺസ്റ്റന്റ് പ്രഷറും കോൺസ്റ്റന്റ് വോളിയം എന്നും പറഞ്ഞു വരുന്നത് ഗ്യാസസിനാണ്. ഓക്കെ, അപ്പൊ ആ രണ്ട്, ഇപ്പൊ ലിഥിയം, ഹൈഡ്രജനും നൈട്രജനും ഓക്സിജനും കാർബൺ ഡൈഓക്സൈഡും ഒക്കെ തന്നിട്ടുണ്ട്. ഈ ബൈ കീപ്പിംഗ് ഇഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, ഈ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ് വരുന്നത്. ഇനി വോളിയം കോൺസ്റ്റന്റ് ആവുന്ന കേസിലുള്ളത് ഇതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, കാര്യമില്ല, ജസ്റ്റ് വാല്യൂസ് ഒക്കെ അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കൂ, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എവിടെയാണ് ഇൻ ജനറലി എന്താണ് ഏറ്റവും കൂടുതലാണ് CPയിലാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതൽ. നോക്കിക്കേ, 20.8 അല്ലേ വരുന്നത്, എപ്പോഴും ഈ വാല്യൂ ആണ് കൂടി നിൽക്കുന്നത് അല്ലെ. CP ആണ് എപ്പോഴും CBയെക്കാട്ടും കൂടുതൽ. നമ്മുടെ ഡീറ്റെയിൽസ് തെർമോഡൈനാമിക്സ് നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് കാണാം. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നോക്കുക. ഇവിടെ കുറേ സാധനത്തിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. നോക്കി, 900, 506, 386, 236, 134, 4186, 2840, 950 എല്ലാം നമുക്ക്. അപ്പൊ ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ആരാണ്? വാട്ടർ ആണ്. ഓക്കെ, സോ വാട്ടർ നമ്മളിപ്പം കണ്ടതിൽ വെച്ച് നമുക്ക് മനസ്സിലായ ഒരു പോയിന്റ് ആണ്. വാട്ടർ ഹാസ് ദ ഹയസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. വാട്ടറിനാണ് ഏറ്റവും അധികം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പം വാട്ടറിന്റെ ഏറ്റവും ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നുണ്ട്. ഈ ഒരു പ്രത്യേകത വാട്ടറിനെ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് വാട്ടർ ആണ് ഒരു കൂളന്റ് ആയിട്ട് ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യാറുണ്ട്. വാട്ടർ ഈസ് യൂസ്ഡ് ആസ് കൂളന്റ് ഇൻ ഓട്ടോമൊബൈൽസ്.
കൂളന്റ് ഇൻ ഓട്ടോമൊബൈൽസ്. ഇതിന് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കൂളന്റ് എന്താണെന്ന് അറിയാലോ, കൂളന്റ് എഞ്ചിനിലെ ചൂടെല്ലാം വലിച്ചെടുത്ത് പുറത്തേക്ക് വിടുന്ന ആളാണ്. അപ്പം വാട്ടറിന്റെ എന്താണ് ഈ ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട്, ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്താൽ മാത്രമേ വാട്ടർ അതിന്റെ ടെമ്പറേച്ചർ, ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ വാട്ടറിന് റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് രീതിയിൽ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ അധികം കൂടാതെ തന്നെ അതിന് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് എന്താണ്, അതിന്റെ വെള്ളം എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റിയുടെ, ആ ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ കൂടാതെ തന്നെ അതിന് ഒരുപാട് ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് അതിന് കൂളന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഒരുപാട് എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ എഞ്ചിനിൽ നിന്ന്, മറ്റേത് പുറത്തേക്ക് എയറിലേക്ക് വിടാം. അതുപോലെ തന്നെ ഈ വാട്ടറിന്റെ എന്താണ് ഹൈ ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൊണ്ട് തന്നെയാണ് അതിനെ ഹീറ്റർ ഇൻ ഹോട്ട് വാട്ടർ ബാഗ്സിൽ ഹീറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതും അതുകൊണ്ടാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ചൂടാവുന്ന പോലെ തന്നെ ഇപ്പം ചൂടുള്ള വെള്ളത്തിന് കൂളാവണമെങ്കിലും ഒരുപാട് എന്താ പറയുന്നത്, ഒരു ചെറിയ ടെമ്പറേച്ചർ, ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ അവിടുന്ന് താഴേക്ക് ആവണമെങ്കിൽ ഒരുപാട് ഹീറ്റ് എനർജി അത് എന്താണ് റിലീസ് ചെയ്യണം. അപ്പം അതിന്റെ കൂളിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിരിക്കും. അപ്പം ബാഗ്സ് ഒരുപാട് നേരം ഹോട്ടായിട്ട് ഇരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ഹീറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ഹൈ ഹീറ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കാരണമാണ് വെള്ളം എന്ന് പറയുന്നത് സമ്മറിൽ വെള്ളം വളരെ പതുക്കെ ചൂടാകത്തുള്ളൂ. ഓക്കെ, ഈ ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കാരണം തന്നെ ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് വാട്ടർ വാംസ് അപ്പ് മോർ സ്ലോലി ദാൻ ലാൻഡ് ഡ്യൂറിങ് സമ്മർ. അതായത് സമ്മറിൽ ലാൻഡിനെ അപേക്ഷിച്ച് വെള്ളം പതുക്കെ ചൂടാവുള്ളൂ. അതിന്റെ കാര്യം എന്താണ്, വെള്ളത്തിന്റെ ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ റൈസിന് ഒരുപാട് ഹീറ്റ് അതിന് കൊടുത്താലേ അത് ചൂടാവുള്ളൂ. അതുകൊണ്ട് ആ പ്രോസസ്സ് വളരെ പതുക്കെ നടക്കുള്ളൂ. അതുപോലെ തന്നെ പിന്നുള്ള ഒരു കാര്യമാണ്, ഇതുപോലെ തന്നെ ഉണ്ടാകുന്ന കാര്യമാണ് വിൻഡ് ഫ്രം സീ ഹാസ് എ കൂളിംഗ് എഫക്റ്റ്. ഓക്കെ, ഇപ്പം അങ്ങനെ സീയിൽ നിന്ന് വരുന്ന കാറ്റിന് ഒരു കൂളിംഗ് എഫക്റ്റ് ആണ്. കാര്യം എന്താണ്, ചൂടാണെങ്കിലും പുറത്ത് ബീച്ചിൽ നിന്ന് ചൂടാണെങ്കിലും കടലിൽ നിന്ന് വരുന്ന കാറ്റിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളം ചൂടാകാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ഇതെല്ലാം വെള്ളത്തിന്റെ കാര്യം. ഇനി മറ്റൊരു കാര്യമുണ്ട്, ഈ ഡെസേർട്ട് ഏരിയസിൽ ഭയങ്കര ചൂടായിരിക്കും ഡ്യൂറിങ് ഡേ ടൈമിൽ. അതായത് ഡേ ടൈമിൽ ഭയങ്കര ചൂടായിരിക്കും. ഡേ ടൈം എർത്ത് സർഫേസ് വാംസ് അപ്പ് ക്വിക്ലി ഇൻ ഡെസേർട്ട്. അത് മരുഭൂമിയിലെല്ലാം പകൽ നേരത്ത് ഭയങ്കര ചൂട് പിടിക്കും. അതുപോലെ തന്നെ രാത്രിയാണെങ്കിൽ പെട്ടെന്ന് തണുപ്പാവും. രാത്രി ആകുമ്പോൾ പെട്ടെന്ന് ഭയങ്കര അധികമായിട്ടത് പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. കൂൾസ് ക്വിക്ലി അറ്റ് നൈറ്റ്. അപ്പൊ ഇതിന്റെ റീസൺ എന്താണ്? അപ്പൊ ഡെസേർട്ടിലുള്ള ആൾ ആരാണെന്ന് നോക്കാം. ഡെസേർട്ടിലുള്ള ആള് സാൻഡ് ആണ്. ഓക്കെ, അപ്പോ ഇതിൻ്റെ സാൻഡിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞിട്ടില്ല. ഓക്കെ, സാൻഡിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞില്ല. അപ്പൊ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഡെസേർട്ടിലുള്ളത് സാൻഡ് ആണല്ലോ. അപ്പൊ സാൻഡിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്, വെള്ളത്തിനെക്കാട്ടിയും 5 ഇരട്ടി കുറവാണ്. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സാൻഡ് എന്ന് പറയുന്നത് വെള്ളത്തിനെക്കാട്ടിയും 5 ടൈംസ് കുറവാണ്. അതുകൊണ്ട് തന്നെ എത്രമാത്രം എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ റൈസിന് സാൻഡിന് എടുക്കുന്ന ആ ഹീറ്റ് എന്ന് പറയുന്നത് വെള്ളത്തിനെക്കാട്ടിയും ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, പെട്ടെന്ന് ഡേ ടൈമിൽ അത്രയും ഇച്ചിരി ചൂട് കിട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് അതിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കുറവാണ്. അതുകൊണ്ട് അത് പകൽ നേരത്ത് അതുകൊണ്ടാണ് എന്താ സംഭവിക്കുന്നത്, പെട്ടെന്ന് ക്വിക്ലി അത് ചൂടാവുന്നത്. അതുപോലെ തന്നെ നൈറ്റിൽ പെട്ടെന്ന് കൂളാവുന്നതും അതിൻ്റെ ഈ ഡ്യൂ ടു low specific heat capacity of specific.
why this is one second. Due to why it's not coming. ഓക്കെ, അപ്പം ലോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സാൻഡ് കാരണമാണ് ഈ ഒരു പ്രോസസ്സ്. അതായത് ഇച്ചിരി സമയം എടുക്കുള്ളൂ, ഇച്ചിരി എനർജി മതി സാൻഡിന് ഹീറ്റപ്പ് ആവാൻ. അതുപോലെ തന്നെ സാൻഡ് അതുകൊണ്ട് തന്നെ ഈ സെയിം പ്രോസസ്സ്, ഈ ലോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്, പെട്ടെന്ന് വെരി ക്വിക്ക്ലി നൈറ്റിൽ അത് കൂൾ ഓഫ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. സോ താങ്ക് യു.